മക്കളെ വിട്ട് കഴിഞ്ഞിട്ട് എന്താ അറിയില്ല, ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. മക്കളെ വിട്ട് കഴിഞ്ഞിട്ടാണ് മക്കളെ വിട്ട് അകത്തൊരുപ്പാണ് കേൾക്കുന്നത്, ഭയങ്കര ഒരു സൗണ്ട്. പിന്നെ അപ്പൊ തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആദ്യം മലയാ നോക്കുന്നത്. പിന്നെ എന്താ പിന്നെ തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നവർ വന്നിട്ട് ചോദിച്ചു ഒരു സൗണ്ട് കേട്ടില്ലേ, കുലുക്കുണ്ടായില്ലേന്നൊക്കെ. പിന്നെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള എല്ലാരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുലുക്കുണ്ടായി ഇതായി എന്താണെന്ന് അറിയില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ഒന്നും അറിയില്ല. പേടിച്ചു പോയി. മക്കളും കൂടി സ്കൂളിലായതുകൊണ്ട് സമയം കറക്റ്റ് എനിക്കൊരു 11 മണിയോട് അടുത്തിട്ടാണെന്ന് തോന്നുന്നു. വീടിന് പുറത്തിറങ്ങി ശരിക്കും ഒരു കുലുക്കം പോലെ വന്നു. വീടിന് പുറത്തിറങ്ങി. ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ സ്കൂൾ വിട്ടെന്ന് പറഞ്ഞോണ്ട് മക്കളെ കൂട്ടാൻ വേണ്ടി വന്നു. വേറത്തെ ടെൻഷനാ. പോലത്തെ ഒരു ശബ്ദം, ഇടിവെട്ടാന്നല്ല, ഒരു പെട്ടെന്ന് ഒരു മുഴക്കം പോലത്തെ ഒരു ശബ്ദം കുറച്ചു നേരം. പിന്നെ ഇവിടെ നേരത്തെ മരം വെട്ടിയിട്ട് അത് കയറ്റുന്നുണ്ടായിരുന്നു ഇന്നലെ ലോറിയിൽ. അപ്പോൾ അതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ബത്തേരിന്ന് വിളിച്ചു, ഇങ്ങനെ ചുള്ളിയോട് തക്കംകൊല്ലി ഭാഗത്തൊക്കെ ഇങ്ങനെ ഭൂമി കുലുക്കം പോലെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും ഉണ്ടായോ 10:30 സമയമാകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തായിരുന്നു, ഇവൻ പുറത്തായിരുന്നു. അപ്പോൾ അവൻ തുണി ആറിയിട്ടായിരുന്നു. അപ്പോൾ അതിനും ചെറുതായിട്ട് അങ്ങനെ ഒരു ജർക്കിങ് പോലെ തോന്നിയെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ അവിടെയുള്ള ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണമാണ് കേട്ടത്. ഏറ്റവും അവർ ഇതിനെപ്പറ്റി പറയുമ്പോഴും അവർക്ക് വലിയ ആശങ്കയുണ്ട്. അവരുടെ ശബ്ദത്തിൽ നമുക്കത് കേൾക്കാൻ പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ, കാരണം ഒരു ദുരിതം അനുഭവിച്ചു കഴിഞ്ഞിട്ടില്ല ആ ജനത. അതിനു മുൻപാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക അവരിലേക്ക് വരുന്നത്. വലിയൊരു ശബ്ദം, അതായത് ഇത് 1-2 പ്രദേശങ്ങളിൽ മാത്രമല്ല, വയനാടിന്റെ പല ഭാഗങ്ങളിലും ഒരുവിധം മിക്ക പ്രദേശങ്ങളിലും ഈ ഒരു മുഴക്കം, ഈ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. മുഹമ്മദ്